Hope in Jesus presents Moments of Hope. പ്രത്യാശയുടെ നിമിഷങ്ങൾ. ഇത് പ്രത്യാശയേ, യേശു നൽകുന്ന പ്രത്യാശയേ. 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 ഹലോ, പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന TV പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ രോഗത്തിലോ ഭാരത്തിലോ നിരാശയിലോ എന്ത് തരം വേദനയിലാണെങ്കിലും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, യേശു ക്രിസ്തു. ഇന്ന് നിങ്ങൾ വചനം ശ്രദ്ധിക്കുമ്പോൾ, ഞങ്ങളോടൊത്ത് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശു തീർച്ചയായിട്ടും നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് നിത്യജീവൻ നൽകും. വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും തുടർന്ന് ശ്രദ്ധിച്ചാലും. ഹോപ്പ് ഇൻ ജീസസിന്റെ വിവിധ ശുശ്രൂഷയിലൂടെ യേശു ചെയ്ത അത്ഭുത വിടുതലിന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചാലും. എന്റെ പേര് വിൻസി, ഞാൻ വിതിരയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ശ്വാസം വിടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ ആ സമയത്ത് മൂക്കിൽ കൂടെ ശ്വാസം വിടുന്നതിന് പകരം ഞാൻ വായിൽ കൂടെ ആയിരുന്നു ശ്വാസം വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എന്നെ സൗഖ്യമാക്കി, എനിക്ക് മൂക്കിൽ കൂടെ ഇപ്പൊ ശ്വാസം വിടാൻ പറ്റും. ഇതേ അത്ഭുതം ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി യേശു ചെയ്യും. വിശ്വാസത്തോടെ തുടർന്ന് ശ്രദ്ധിച്ചാലും. Greetings in the precious name of our Lord and Savior Jesus Christ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. I'm excited and happy to see you all through this television program once again, where we preach the good news of Jesus Christ. ക്രിസ്തുവിന്റെ സത്യസുവിശേഷം പ്രസംഗിപ്പാനായി ഇന്ന് എല്ലാവരെയും ഈ TV മീഡിയയിൽ എനിക്ക് കാണുന്നതിൽ സന്തോഷമുണ്ട്. I hope you are being blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope that you are enjoying your time with the Holy Spirit God. പരിശുദ്ധാത്മാവ് ദൈവത്തോടുള്ള ഈ സമയം നിങ്ങൾ അധികം ആസ്വദിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. These two episodes we are going to meditate on a subject called salvation. ഈ രണ്ട് എപ്പിസോഡിൽ രക്ഷ എന്നതിനെ കുറിച്ച് നാം പഠിപ്പാനായി പോകുന്നു. Many times പലപ്പോഴും everybody knows that there is something called as salvation, that we ought to be saved for eternal life. എന്നാൽ എല്ലാവർക്കും നമുക്കറിയാം, രക്ഷിക്കപ്പെടണം, എന്നാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരുവാൻ കഴിയുകയുള്ളൂ. But how to be saved? എന്നാൽ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? What's the process? എന്താണ് അതിലെ പ്രക്രിയ? What should we do? ആ രക്ഷയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? What should we do after salvation? രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം എന്താണ് ചെയ്യേണ്ടത്? The questions were asked even in the early church during the early Christians in Acts of the Apostles. അപ്പോസ്തലപ്രവൃത്തി ആദിമ നൂറ്റാണ്ടിലെ സഭയിലും ഇതേ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിരുന്നു. Why is salvation necessary? എന്തുകൊണ്ടാണ് രക്ഷ ആവശ്യമായിരിക്കുന്നത്? Romans 6:23 says, റോമർ 6:23 പറയുന്നു, the gift of God is eternal life. ദൈവത്തിന്റെ ദാനം നിത്യജീവനാകുന്നു. For whom is the gift of God? ആർക്കാണ് ഈ ദൈവത്തിന്റെ ദാനം For കൊടുക്കുന്നത്? people who are saved from their sins and belong to Jesus Christ, there is a gift called eternal life. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവർക്ക് നിത്യജീവൻ എന്ന ദാനം ലഭിക്കും. And people who sin, they get eternal punishment. ആരാണോ പാപം ചെയ്യുന്നത് അവർക്ക് നിത്യ നാശമുണ്ടാകും. Everybody watching me wants to escape the eternal punishment and wants eternal life from Jesus Christ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും നിത്യജീവൻ അവകാശികളായി തീരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നിത്യമായിട്ടുള്ള ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കണം. There was a person in the Bible വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയുണ്ട് who asked Paul the apostle, പൗലോസ് അപ്പോസ്തലനോട് ഇപ്രകാരം ചോദിച്ചു, what should I do to be saved? ഞാൻ രക്ഷിക്കപ്പെടുവാനായി ഞാൻ എന്ത് ചെയ്യണം? Acts of the Apostles chapter 16 verse 30 to 33 tells about this story. അപ്പോസ്തലപ്രവൃത്തികൾ 16:30 മുതൽ 33 വരെയുള്ള ഭാഗം ഇത് പറയുന്നു. What should I do to be saved? ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? How can I be saved? എനിക്ക് എങ്ങനെ രക്ഷിക്കപ്പെടുവാൻ കഴിയും? How can I have Jesus Christ in my life? യേശുക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ ലഭിക്കും? The Bible is very clear to all sorts of ഈ questions. ചോദ്യങ്ങൾക്കെല്ലാം വേദപുസ്തകം വ്യക്തമായ ഉത്തരം കൊടുക്കുന്നുണ്ട്. The Bible says in Acts of the Apostles chapter 2 verse 38, അപ്പോസ്തലപ്രവൃത്തികൾ 2:38 വേദപുസ്തകം പറയുന്നു, repent and be baptized for the remission of your sins, so that you will receive the gift of the Holy Spirit.
നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. The Bible is very clear on the answer as to how to be saved. എങ്ങനെ രക്ഷിക്കപ്പെടണം എന്നതിനെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. People often don't understand how to be saved. They try to rely on their good works. They try to rely on their traditions. They try to rely on a different process to be saved. But the Bible is clear. Repent and be baptized in water for the remission of your sins, and you shall receive the baptism of the Holy Spirit. എന്നാൽ ജനം പലപ്പോഴും എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് വാസ്തവമായും അറിയാതിരിക്കുന്നു. എന്റെ നീതി പ്രവൃത്തികൾ കൊണ്ട്, എന്റെ നല്ല പ്രവൃത്തികൾ കൊണ്ട് എനിക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ചിലർ അവരുടെ മതപരമായ ചടങ്ങുകളിലോ ആചാരങ്ങളിലോ അവർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുമെന്ന് പറയുന്നു. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. Hallelujah. Hallelujah. The devil is a deceiver. പിശാച് വഞ്ചകനാണ്. Many times the devil doesn't give us a pure insight into the word of God. He blocks us, and the Bible calls us as short-sighted people. അതുകൊണ്ട് തന്നെ പലപ്പോഴും പിശാച് നമ്മളെ കുരുടാക്കി കളയുന്നു. അതുകൊണ്ട് നമുക്ക് വാസ്തവമായും നമുക്ക് നിത്യജീവനെ കുറിച്ചുള്ള ആഴമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. People believe that if you raise your hand in a meeting and if you say, Lord, I give you my heart, people believe that you are saved. പലപ്പോഴും ജനം ഇങ്ങനെ വിശ്വസിക്കുന്നു, ഒരു മീറ്റിംഗിൽ കടന്നു വന്ന് ഞാൻ കരത്തെ ഉയർത്തി യേശുവേ എനിക്ക് രക്ഷയുടെ അനുഭവം തരണമേ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. Certain people believe that if you follow the word of God, you are saved. ചിലർ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവ വചനം നിങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നുവെന്ന്. Certain people believe that if you go to a good church, you are saved. ചിലർ ഇങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങൾ നല്ല ഒരു സഭയിൽ പോകുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുമെന്ന്. Certain people believe that if you lead a holy life, you are saved. ചിലർ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്ന്. No, my dear brothers and sisters, ഇല്ല പ്രിയ സഹോദര സഹോദരി, you cannot be saved unless you understand what the Bible teaches you about salvation. വേദപുസ്തകം എന്താണോ രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് രക്ഷയുടെ അനുഭവം പ്രാപിപ്പാൻ കഴിയുകയില്ല. This is gospel. ഇതാണ് സുവിശേഷം. This is what Jesus Christ preached. ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത്. Many times we don't preach the pure gospel. We say something about Jesus Christ and we feel that we are glorifying his name. I'm sorry, this is the gospel. പലപ്പോഴും നാം സുവിശേഷം നാം വാസ്തവമായി മനസ്സിലാക്കുന്നില്ല. സത്യസുവിശേഷം നാം അറിയാത്തതുകൊണ്ട് യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നാം കേൾക്കുന്നത് കൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. The Bible is written by the Holy Spirit. വേദപുസ്തകം പരിശുദ്ധാത്മാവാണ് എഴുതിയത്. Because the Bible says in Timothy, all scriptures are God-breathed. എന്തുകൊണ്ടെന്നാൽ തിമോത്തിയിലെ ദൈവത്തിന്റെ വചനം പറയുന്നു എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകുന്നു. Again, as the Bible says in Revelation chapter 1 verse 3, blessed is the one who readeth the prophecy of this book. വീണ്ടും വെളിപാട് പുസ്തകം 1:3 പറഞ്ഞിരിക്കുന്നു ഈ വചനം വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. So which means this is from God. അതിന്റെ അർത്ഥം ഇത് ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. Many people believe that it was written by apostles, it was written by human people. Understand, they wrote it by the influence of the Holy Spirit. പലരും വിചാരിക്കുന്നു അത് മനുഷ്യരാണ് എഴുതിയത്. അത് മനുഷ്യർ എഴുതിയെങ്കിലും അത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവ് കൊടുത്തത് അത്ര എഴുതിയത്. Historical evidences prove that lots of generations are covered and put up in the Bible, which a man can never do that. ചരിത്രപരമായ കാര്യങ്ങൾ അത് നോക്കിയാൽ അത് മനുഷ്യന് അത് ചെയ്തെടുപ്പാൻ കഴിയുകയില്ല എന്ന് തെളിയിപ്പാൻ കഴിയും. Second, a book which talks, if you look at David, he wrote Psalms, so many of Psalms, but he points out his own sins, he points out his own mistakes and confesses that before the Lord because he wrote it under the inspiration of the Holy Spirit. വീണ്ടും നാം ദാവീദിനെ കുറിച്ച് പഠിച്ചാൽ ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾ നോക്കിയാൽ ദാവീദിന്റെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറവുകൾ പാപത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചത് അവിടെ എഴുതിയതായി കാണപ്പെടുവാൻ കഴിയും. Paul wrote about his past failures and sins because he wrote it under the influence of the Holy Spirit. പൗലോസിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പരാജയത്തെ കുറിച്ച് എഴുതിയത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പൗലോസ് അത് എഴുതിയത് കൊണ്ടാണ്. If Paul were to write the Bible on his own mind without the help of the Holy Spirit, I am sure he will never write about his past sins and the past failures. He will write about only the good things what he did. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെയാണ് പൗലോസ് ഈ ഭാഗങ്ങളെ എഴുതിയത് എങ്കിൽ പൗലോസിന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ പരാജയങ്ങളെ കുറിച്ച് അതിൽ പരാമർശിക്കുകയില്ലായിരുന്നു. Hallelujah. Hallelujah. Which clearly states that it is God's commandment in Acts 2:38. The Bible says, repent, be baptized
for the remission of your sins and be filled with the Holy Ghost. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തികൾ 2:38 ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. Many times people think that we are born as Christians, we are born as saved people just because our father and mother were saved. പലപ്പോഴും നാം ഇങ്ങനെ വിശ്വസിക്കുന്നു, നമ്മുടെ മാതാപിതാക്കൾ അവർ ക്രൈസ്തവരായിരുന്നു, അങ്ങനെ നാം ജനിക്കുന്നത് കൊണ്ട് നാം രക്ഷിക്കപ്പെട്ടവർ ആകുന്നുവെന്ന്. The Bible doesn't support that. എന്നാൽ വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. The Bible says if you believe you will be saved. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. Hallelujah. Hallelujah. Number one, ഒന്നാമത് for salvation രക്ഷയ്ക്കായി we need to repent of our sins. നാം നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കണം. Only if you repent of your sins you can come to Jesus Christ. നമ്മുടെ പാപങ്ങളെ കുറിച്ച് മാനസാന്തരപ്പെടുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. Without repentance there is no Jesus in your life. രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. It is like the Bible says, sin separated God and you. പാപമാണ് നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചത്. Which means അതിന്റെ അർത്ഥം you were walking far away from God. നിങ്ങൾ ദൈവത്തിൽ നിന്നും ദൂരെ പോകുകയായിരുന്നു. You were born as a sinner. നിങ്ങൾ ഒരു പാപിയായി ജനിച്ചു. The Bible says your mother gave birth as a sinner. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ പാപത്തിൽ ഗർഭം ധരിച്ചു. And you are walking far away from Jesus. നിങ്ങൾ യേശുവിൽ നിന്നും ദൂരത്തായി പോയി. The moment you stop there, നിങ്ങൾ എപ്പോഴാണോ നിൽക്കുന്നത്, and you decide to turn around, നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ മടങ്ങി വരുവാൻ തീരുമാനമെടുക്കുന്നത്, that is the starting of repentance in your life. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ ആരംഭം. Only if you turn around നിങ്ങൾ അങ്ങനെ മടങ്ങി വരുന്നുവെങ്കിൽ മാത്രം, and start walking towards God, അങ്ങനെ ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ നടന്നു തുടങ്ങുമ്പോൾ, you are in the process of salvation. അപ്പോഴാണ് നിങ്ങൾ രക്ഷയുടെ പ്രക്രിയയിലാകുന്നത്. Number one, repent. ഒന്നാമത് മാനസാന്തരപ്പെടുക. Jesus said യേശു പറഞ്ഞു in Luke chapter 24 verse 46 and 47, ലൂക്കോസ് 24:46-47, repentance in his name. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടുക. Acts of the Apostles chapter 3 verse 19, അപ്പോസ്തലപ്രവൃത്തികൾ 3:19, Acts of the Apostles chapter 17 verse 30 and 31, അപ്പോസ്തലപ്രവൃത്തികൾ 17:30-31. the apostles preached repentance. അവിടെ അപ്പോസ്തലന്മാർ മാനസാന്തരത്തെക്കുറിച്ച് They said പ്രസംഗിച്ചു. you have to repent for you to be saved. നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. Number two, രണ്ടാമത്, once you repent, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ you have to confess your sins before Jesus Christ. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നിങ്ങൾ യേശുവിന്റെ അടുക്കൽ ഏറ്റുപറയണം. There is no repentance without confession, പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നില്ല എങ്കിൽ അവിടെ മാനസാന്തരമില്ല. and there is no confession without repentance. അത് മാത്രമല്ല, ഏറ്റുപറച്ചിൽ കൂടാതെ മാനസാന്തരവുമില്ല. You can call many things as confession, പലതും നിങ്ങൾക്ക് ഏറ്റുപറച്ചിൽ എന്ന് പറയുവാൻ but കഴിയും. the real confession will have repentance in it. The real repentance will have real confession in it. എന്നാൽ വാസ്തവമായ ഏറ്റുപറച്ചിലില് മാനസാന്തരം ഉണ്ടായിരിക്കും. വാസ്തവമായ മാനസാന്തരത്തിൽ പാപങ്ങളുടെ ഏറ്റുപറച്ചിലും ഉണ്ടായിരിക്കും. Jesus taught us that in Matthew chapter 10 verse 32 and 33. മത്തായി 10:32-33 ഭാഗങ്ങളിൽ യേശു നമ്മെ അത് പഠിപ്പിച്ചു. Romans chapter 10 verse 9 and 10. റോമർ 10:9-10. 1 John 4:15. 1 യോഹന്നാൻ 1:15. All these places we need to confess our sins, and we need to confess that Jesus Christ is our Lord. ഈ ഭാഗങ്ങളിലെല്ലാം നാം നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറയണം. യേശു കർത്താവാകുന്നു എന്ന് നാം ഏറ്റുപറയണം. What do you mean by Jesus Christ is our Lord? യേശു നമ്മുടെ കർത്താവ് എന്നതിന്റെ അർത്ഥം എന്താകുന്നു? The moment you say that Jesus Christ is your Lord, എപ്പോഴാണോ നിങ്ങൾ യേശു നിങ്ങളുടെ കർത്താവാകുന്നു എന്ന് നിങ്ങൾ you ഏറ്റുപറയുന്നത്, hand over the ownership of your life to somebody called Jesus. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യേശുവിന്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുകയാണ്. After you hand over your ownership, you have no right over your life. That is why the Bible says it is not that I live, but Jesus Christ lives in me. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്താൽ നിങ്ങൾ പറയും, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എത്രേ എന്നിൽ ജീവിക്കുന്നത്. Once Jesus starts living in us, ഒരിക്കൽ യേശു നമ്മിൽ ജീവിക്കുവാൻ ആരംഭിച്ചാൽ, it is the Holy Spirit which lives in us, പരിശുദ്ധാത്മാവും ദൈവമാണ് നമ്മിൽ വസിക്കുന്നത്. and He will produce the fruits of righteousness mentioned in Galatians chapter 5 verse 22 to 24. അങ്ങനെയാണെങ്കിൽ ഗലാത്യർ 5:22-25 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ നാം പുറപ്പെടുവിപ്പാൻ ഇടയായിത്തീരും. Number 1, repent. ഒന്നാമത് മാനസാന്തരം. Number 2, confess. 2, പാപങ്ങളെ കുറിച്ച് Number 3, ഏറ്റുപറയുക. believe. 3, വിശ്വസിക്കുക.
Acts 16:31. അപ്പോസ്തല പ്രവൃത്തികൾ 16:31. You have to believe on Lord Jesus നിങ്ങൾ Christ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. You should need to believe on somebody. ഒരു വ്യക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ You need to understand who he is. ആ വ്യക്തി ആയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. To understand who he is, ആരായിരിക്കുന്നു യേശു എന്ന് നിങ്ങൾ അറിയണം. as the Bible says in John chapter 1 verse 1, യോഹന്നാൻ 1:1 വചനം പറഞ്ഞിരിക്കുന്നു. John chapter 1 verse 10, യോഹന്നാൻ 1:10 പറഞ്ഞിരിക്കുന്നു. John chapter 1 verse 14, യോഹന്നാൻ 1:14 പറഞ്ഞിരിക്കുന്നു. Jesus Christ is the living God. He is the word of God. യേശുക്രിസ്തു ജീവനുള്ള ദൈവം, ദൈവവചനം. You have to believe in Jesus for eternal life. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണം, എന്നാൽ നിങ്ങൾ നിത്യജീവൻ People പ്രാപിക്കും. say, I will obey Father God. ചിലരിങ്ങനെ പറയും, ഞാൻ പിതാവായ ദൈവത്തെ അനുസരിക്കും. Oh, I love Holy Spirit. പരിശുദ്ധാത്മ ദൈവത്തെ ഇഷ്ടമുണ്ട്. But without the word, you can never enter the kingdom of എന്നാൽ God. ദൈവവചനത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. John 3:26 clearly states this. യോഹന്നാൻ 3:26 അത് വ്യക്തമായി പറയുന്നു. John 8:24 repeats that. യോഹന്നാൻ 8:24 വീണ്ടും അത് പറയുന്നു. John chapter 20 verse 30 and 31 states that. യോഹന്നാൻ 20:31-32 അത് പറയുന്നു. Believing in Jesus യേശുവിൽ നിങ്ങൾ will വിശ്വസിക്കുമ്പോൾ make you righteous. നിങ്ങളെ നീതിയുള്ളവരാക്കി തീർക്കും. Romans chapter 10 verse 9 and 10 says that. റോമർ 10:9-10 അത് പറയുന്നു. Repentance, ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെടുക, confession, നിങ്ങൾ പാപങ്ങളെക്കുറിച്ച് believing in the Lord Jesus Christ, the word of God, യേശുക്രിസ്തു ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. and righteousness starts to happen. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ നീതിയെ ലഭിക്കും. The moment God makes you righteous, നിങ്ങളെ ദൈവം നീതിയുള്ളവരാക്കി there is തീർക്കും. something what we need to do. നാം ചെയ്യേണ്ടതായ ചില കാര്യമുണ്ട്. Be water നാം baptized. വെള്ളത്തിൽ സ്നാനമെടുക്കണം. We have to do it. നാം അത് ചെയ്തേ There is മതിയാകൂ. no shortcut of entering heaven unless you are water baptized. The Bible says you cannot see heaven. സ്വർഗത്തിലേക്ക് കടക്കുവാൻ വേറെ ഒരു വഴിയുമില്ല. Because the Bible says in John chapter 3 verse 3, എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ 3:3 പറയുന്നു, Jesus said to Nicodemus, യേശു നിക്കോദെമോസിനോട് പറഞ്ഞു, you need to be born again to see the kingdom of God. ദൈവരാജ്യം കാണുവാൻ നീ പുതുതായി ജനിക്കണമെന്ന് നിക്കോദെമോസിനോട് പറഞ്ഞു. And Nicodemus asked Jesus, നിക്കോദെമോസ് യേശുവിനോട് ചോദിച്ചു, how do I be born again? ഞാൻ എങ്ങനെയാണ് പുതുതായി ജനനം പ്രാപിക്കുന്നത്? He said, you should be born of water and of the Holy Spirit. നീ വെള്ളത്താലും ആത്മാവിനാലും നീ പുതുതായി ജനിക്കണം. And Jesus on the same chapter, John chapter 3 verse 22 to the last verse, if you read, വീണ്ടും യോഹന്നാൻ 3:22 മുതൽ അവസാന ഭാഗം വരെ വായിച്ചാൽ, Jesus is there at the Jordan River. യേശുവിടെ യോർദാൻ നദിയുടെ അടുക്കൽ നിൽക്കുന്നു. His disciples are baptizing people according to what he just taught. നാം പഠിപ്പിച്ചത് അനുസരിച്ച് അവിടെ ശിഷ്യന്മാർ അവിടെ സ്നാനം John കൊടുത്തുകൊണ്ടിരിക്കുന്നു. 4:1 again says that. യോഹന്നാൻ 4:1 വീണ്ടും അത് പറയുന്നു. And if you read Mark 16:16, വീണ്ടും മാർക്കോസ് 16:16 വായിച്ചാൽ, Matthew 28:19, മത്തായി 28:19 just before the വായിച്ചാൽ, ascension of Jesus Christ, യേശുവിന്റെ പുനരുത്ഥാനത്തിന് തൊട്ട് മുൻപ് he നോക്കിയാൽ, said those who believe and is water baptized will be saved, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ or രക്ഷിക്കപ്പെടും, else you will be condemned. അല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷാവിധിയിലാകപ്പെടും. The one reason I like Bible is so simple. എനിക്ക് വേദപുസ്തകം വളരെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അത് വളരെ ലളിതമാണ്. It is a gift of God even to anybody who can just read it will be able to understand Jesus Christ. അത് വെറുതെ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ The Bible clearly says you have to be water baptized to go to heaven. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ വെള്ളത്തിൽ സ്നാനം എടുത്താലേ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ And if you read at Acts chapter 2, അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം 3,000 people are saved because they are water baptized. 3000 പേർ അവർ രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനമേറ്റതിലൂടെ. And Acts chapter 10 verse 44, അപ്പോസ്തലപ്രവൃത്തികൾ 10:44 Peter is speaking to a certain group of people. പത്രോസോട് ചില ആൾക്കാരോട് The സംസാരിക്കുന്നു. Holy Spirit comes upon them പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. and he commands them to be water baptized in Acts chapter 10 verse 47. അപ്പോസ്തലപ്രവൃത്തികൾ 10:47 അവിടെ അവരോട് സ്നാനമേൽക്കുവാനായി പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. In Acts chapter 8, വീണ്ടും അപ്പോസ്തലപ്രവൃത്തികൾ 8-ാമത്തെ Philip, the അധ്യായം, disciple of Jesus, യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ്, he is the only one who is called as an evangelist in the Bible. വേദപുസ്തകത്തിലെ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിനെ മാത്രമാകുന്നു. And you see Philip is baptizing an Enoch. അവിടെ ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നത് And Philip is baptizing people in Samaria. അത് മാത്രമല്ല ശമരിയയിലേക്ക് പോയി വീണ്ടും ഫിലിപ്പോസ് അവിടെ സ്നാനം കൊടുക്കുന്നത് കാണാൻ കഴിയും. But today many people we believe if we are an evangelist, if we belong to an evangelical church, there is no need of baptism, which is wrong according to the word of God. എന്നാൽ ഇന്ന് ചിലർ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഞാനൊരു സുവിശേഷകനാണെങ്കിൽ ഞാൻ സ്നാനപ്പെടുത്തേണ്ടത് ഇല്ല, ഞാനൊരു ഇവാഞ്ചലിക്കൽ സഭയിലാകുന്നു എങ്കിൽ ഞാൻ അങ്ങനെ സ്നാനപ്പെടേണ്ടത് ഇല്ല. There is only one way to Jesus Christ. You have to repent, confess your sins, believe in Jesus Christ, be water baptized for the remission of your sins. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്കണം, അത് ഏറ്റുപറയണം, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, നിങ്ങൾ സ്നാനമേൽക്കണം. 1 Peter
Peter 3:21 says that 1 പത്രോസ് 3:21 അത് പറയുന്നു. baptism is not a ritual. അവിടെ സ്നാനം എന്നത് ഒരിക്കലും ഒരു മതപരമായ ചടങ്ങല്ല. It is an action of faith. അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാകും. What do we believe for that faith? ആ വിശ്വാസത്തിൽ നാം എന്താണ് വിശ്വസിക്കുന്നത്? Or what is the action regarding to the belief that we have? അല്ലെങ്കിൽ നമുക്കുള്ള വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്താകുന്നു? Romans chapter 6 verse 2, 3 and 4 clearly states റോമർ that. 6:1, 2, 3 ഭാഗങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. The Bible says, വേദപുസ്തകം പറയുന്നു, your old self has to be crucified in Jesus when we stand inside the water. നാം വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ നാം ക്രൂശിക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പം. When you go inside the water, you are literally burying your old self in faith with Jesus Christ. നിങ്ങൾ വെള്ളത്തിനകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ നിങ്ങളുടെ പഴയ മനുഷ്യനെ കുഴിച്ചിടുകയാണ്. And when you come out of water, നിങ്ങൾ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ you are coming out as a new creation, rising up with the power of the Holy Spirit in Jesus. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. I have seen in many experiences where I have given water ഞാൻ baptism, വെള്ളത്തിൽ സ്നാനം കൊടുത്ത അനേകം സമയങ്ങളിൽ ഈ അനുഭവം അനേകർ പറയുന്നത് ഞാൻ people കേട്ടിട്ടുണ്ട്. who come and be baptized, ജനം കടന്നു വന്ന് സ്നാനം the എടുക്കുമ്പോൾ moment they come out of the water, അവർ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ a supernatural anointing of the Holy Spirit comes upon ഒരു them, പ്രകൃത്യാതീതമായ അഭിഷേകം അവരുടെ മേൽ കടന്നു and വരും. their life is totally changed. അവരുടെ ജീവിതങ്ങൾ This is രൂപാന്തരപ്പെടുവാൻ what happened in Acts of the Apostles. This will and this should happen even today. There is no doubt, because Jesus is an unchanging ഈ God. കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തികൾ സംഭവിച്ചത്. ഇതേ കാര്യം തന്നെ ഇന്നും സംഭവിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ യേശു അത് മാറ്റമില്ല, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. Maybe your tradition will disagree to what I said. ചിലപ്പോൾ നിങ്ങളുടെ മതപരമായ ചടങ്ങുകൾ ഞാൻ പറയുന്നതിനെ നിരാകരിച്ചുവെന്നിരിക്കാം. Maybe your doctrine will disagree to what I said. ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടറിൻ ഞാൻ ഈ പറയുന്നത് തെറ്റ് എന്ന് പറയാം. But this is not I who is speaking. I just spoke the word of God. This is real. In the New Testament, there is nobody saved without being water baptized from Acts till Revelation. That is the truth. You have to believe in it. എന്നാൽ ഞാനല്ല ഇത് പറയുന്നത്, ദൈവവചനം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ തൊട്ട് വെളിപാട് പുസ്തകം വരെ നോക്കിയാൽ അവിടെ രക്ഷിക്കപ്പെട്ടവർ എല്ലാവരും വെള്ളത്തിൽ സ്നാനമെടുത്താണ് രക്ഷിക്കപ്പെട്ടത്. Hallelujah. Hallelujah. We are in the era of the Holy Spirit. നാം പരിശുദ്ധാത്മാവിന്റെ We കാലഘട്ടത്തിലാകുന്നു. are in the last days. നാം അന്ത്യനാളുകളിലാകുന്നു. My dear brother, sister, എന്റെ പ്രിയ സഹോദര സഹോദരി, many of you have been saved, നിങ്ങൾ അനേകർ but രക്ഷിക്കപ്പെട്ടവരാണ്. still many things are preventing you from water baptism. എങ്കിലും പല കാര്യങ്ങളും നിങ്ങളെ വെള്ളത്തിൽ സ്നാനമെടുക്കുന്ന തടഞ്ഞു Let me നിർത്തിയിരിക്കുന്നു. just encourage you എന്നാൽ ഞാൻ നിങ്ങളെ ഇന്ന് ഒരിക്കൽ കൂടി to come ഉത്സാഹിപ്പിക്കട്ടെ. forward. നിങ്ങൾ മുമ്പോട്ട് Be വരുക. water baptized in the name of the Father, Son and the Holy Spirit, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ and സ്നാനമെടുക്കുക. receive the anointing of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുക. and be blessed in your spiritual life. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുക. Shall we close our eyes and look to the Lord in നമുക്ക് prayer? കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മുഖം Loving Lord, gracious heavenly Father, സ്വർഗസ്ഥനായ സ്വർഗീയ നല്ല പിതാവേ, thank you for this beautiful day. കർത്താവേ മനോഹരമായ ദിവസത്തിന് നന്ദി. Thank you for speaking to us. കർത്താവേ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. All of us want to be saved, കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും but the രക്ഷിക്കപ്പെടണം. devil, the deceiver, എന്നാൽ വഞ്ചകനായ പിശാച്, Satan the deceiver, സാത്താൻ കർത്താവ് വഞ്ചകനായി, he has stopped us from understanding the word of God. അവന് ദൈവ വചനം ഞങ്ങൾ മനസ്സിലാക്കുന്നതിന് ഞങ്ങളെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. Open our eyes, Lord. കർത്താവേ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം. Open our spiritual eyes, കർത്താവേ ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കണം. so that we will see the glory of Jesus അതുകൊണ്ട് Christ. യേശുവിന്റെ മഹത്വത്തെ ഞങ്ങൾക്ക് കാണുവാനായി കഴിയും. Oh, people are getting ready to be water ഓ baptized. വെള്ളത്തിൽ സ്നാനമെടുക്കുവാൻ തീരുമാനമെടുക്കുന്നവർ, It is not because what I spoke. ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, Let them understand the real truth from the word of God. ദൈവ വചനത്തിൽ നിന്നുള്ള സത്യം അവർ Let മനസ്സിലാക്കി their eyes of understanding be open, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. and let them be a fire soldier for Jesus അവർ Christ. യേശുവിന് വേണ്ടി ഒരു അഗ്നി ശുശ്രൂഷകനായി തീരട്ടെ. Hallelujah. Thank you, Lord. നന്ദി കർത്താവേ. Thank you, Jesus. നന്ദി യേശുവേ. All the sick people, രോഗികളായിരിക്കുന്ന all എല്ലാവരും, broken-hearted people, ഹൃദയ നുറുക്കമുള്ള all എല്ലാവരും, discouraged people, എല്ലാം this is the നിരാശപ്പെട്ടിരിക്കുന്നവരും, time for your miracle. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ I want you അത്ഭുതത്തിന്റെ to just സമയം. hold on and pray with me to Jesus Christ, ഇപ്പോൾ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കാം. because Jesus is here. എന്തുകൊണ്ടെന്നാൽ യേശു ഇവിടെയുണ്ട്. The Holy Spirit God is with you. പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളുടെ They അടുക്കലുണ്ട്. are together ready to bless us right ഇപ്പോൾ now. നമ്മെ അനുഗ്രഹിക്കാനായി നമ്മുടെ മധ്യേ ഉണ്ട്. Open your mouth and cry out. വാകളെ തുറന്ന് നിങ്ങൾ If you നിലവിളിക്കാം. need a healing, say, Jesus, heal me. നിങ്ങൾക്കൊരു സൗഖ്യം ആവശ്യമായിരിക്കുന്നുവെങ്കിൽ നിലവിളിക്കുക. you യേശുവേ want എന്നെ സൗഖ്യമാക്കണമേ. If you want encouragement, say, Jesus, encourage me. ഓ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാട്ടെ, യേശുവേ എന്നെ ഉത്സാഹിപ്പിക്കണമേ.
പ്രോത്സാഹിപ്പിക്കണമേ. If you want a material blessing, say, give me Lord Jesus. നിങ്ങൾക്കൊരു ഭൗതികമായ അനുഗ്രഹം ആവശ്യമായിരിക്കുന്നു, യേശുവേ എന്റെ ജീവിതത്തിൽ ഇന്നത് ആവശ്യമാണ്. If you want a spiritual blessing, ask Lord for a spiritual blessing. നിങ്ങൾക്ക് ആത്മീയമായ ഒരു അനുഗ്രഹം ആവശ്യമായിരിക്കുന്നു, ദൈവമേ ഇന്ന ആത്മീയമായ അനുഗ്രഹം എനിക്ക് വേണമെന്ന് നിങ്ങൾ Oh, ചോദിച്ചാട്ടെ. in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the supernatural name of Jesus. പ്രകൃത്യാതീതമായ In യേശുവിന്റെ the നാമത്തിൽ, powerful name of Jesus. ശക്തമേറിയ യേശുവിന്റെ In the നാമത്തിൽ, glorious name of Jesus. മഹത്വപൂർണ്ണമായ യേശുവിന്റെ Let the നാമത്തിൽ, healing power move. സൗഖ്യമാക്കുന്ന ശക്തി ഇപ്പോൾ Let the healing വ്യാപരിക്കട്ടെ. power touch. സൗഖ്യമാക്കുന്ന ശക്തി ഇപ്പോൾ Let the healing സ്പർശിക്കുക. power heal the sick people right സൗഖ്യമാക്കുന്ന now. ശക്തി ഇപ്പോൾ രോഗികളെ All സൗഖ്യമാക്കുക. spirit of infirmity. എല്ലാ ബലഹീനതകളും, All spirit of diabetes. എല്ലാ ഡയബറ്റീസിന്റെ ആത്മാക്കൾ, All spirit of blood pressure. എല്ലാ ബ്ലഡ് പ്രഷറും We cancel it and we ask you to leave in the name of Jesus. ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ശരീരങ്ങളെ വിട്ട് മാറിപ്പോകുവാൻ There is കൽപ്പിക്കുന്നു. power in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ There ശക്തിയുണ്ട്. is power in the wounds of Jesus Christ. യേശുവിന്റെ മുറിപ്പാടുകളിൽ അത്ഭുതമുണ്ട്. It is from those wounds the healing power is moving. യേശുവിന്റെ മുറിപ്പാടുകളിൽ നിന്ന് സൗഖ്യമാക്കുന്ന ശക്തി Receive വ്യാപരിക്കുന്നു. a healing in the name of Jesus. ഇപ്പോൾ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്തെ Receive a healing in the name of Jesus. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കുക Deaf യേശുവിന്റെ ears be നാമത്തിൽ. opened in the name of Jesus. ചെവികൾ ഇപ്പോൾ തുറന്നു വരട്ടെ. Some people having pain on their ears, God is healing you right now. ചെവിയിൽ വേദനയുള്ള ചില സഹോദരങ്ങളെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു. Jesus is healing you right now. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. Blocks inside the nose be healed. മൂക്കിനകത്തുള്ള ബ്ലോക്കുകൾ യേശു ഇപ്പോൾ തുറക്കുകയാണ്. Eyesight problems be healed. കണ്ണ് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. Urinary problems be healed. മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. Joint pains be healed. എല്ലാ സന്ധി വേദനകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. All sickness be healed in the name of രോഗങ്ങളും Jesus. ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. Father, people praying for the job, let them be granted in the name of Jesus. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് യേശുവേ ഒരു ജോലിയെ കൊടുക്കണം. Let them be blessed in the name of Jesus. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ Let നാമത്തിൽ. peace and happiness fill families. സമാധാനവും സന്തോഷവും കുടുംബങ്ങളിൽ Let നിറയപ്പെടട്ടെ. the churches be blessed in the name of Jesus. സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ Let the യേശുവിന്റെ നാമത്തിൽ. pastors and evangelists be blessed in the name of Jesus. പാസ്റ്റർമാരും ഇവാഞ്ചലിസ്റ്റുമാരും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ Oh, നാമത്തിൽ. we give you all the glory. ഓ, എല്ലാ മഹത്വം അവിടത്തേക്ക് In the തരുന്നു. name of Jesus we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. 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 And amen. ആമേൻ. If you are not water baptized, നിങ്ങൾ ഇതുവരെ സ്നാനം എടുത്തിട്ടില്ല, as a dear brother of you, നിങ്ങളുടെ പ്രിയ സഹോദരനായിട്ട് ഞാൻ with പറയാം, a humble heart, ഒരു താഴ്മയുള്ള ഹൃദയത്തോട് can I request you to please take water baptism as quickly as possible and believe in the Lord Jesus Christ and His gospel 100-fold, because God's blessing is going to come to you in form of remission of your sins and the baptism of the Holy Spirit. കഴിയുന്നതും പെട്ടെന്ന് നിങ്ങൾ സ്നാനമെടുത്ത് ദൈവം പറയുന്ന രക്ഷയുടെ അനുഭവത്തെ പ്രാപിച്ച് പാപങ്ങളുടെ മോചനത്തിനായും അതുമാത്രമല്ല പരിശുദ്ധാത്മന്റെ അഭിഷേകത്തെ പ്രാപിച്ച് ഒരു ജയ ജീവിതം നയിപ്പാനായും ദൈവം ഇടയാക്കി തീർന്നു. Next episode I will continue my teaching on water baptism. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഈ സ്നാനത്തെക്കുറിച്ച് നാം തുടർന്ന് പഠിക്കും. Tune into the same program, same television channel, next day, same time. നാളെ വീണ്ടും അടുത്ത പ്രോഗ്രാമിൽ, ഈ TV പ്രോഗ്രാമിൽ നിങ്ങൾ ട്യൂൺ ചെയ്ത് വന്നാൽ തുടർന്നുള്ളത് നിങ്ങൾ പഠിക്കുവാൻ. I would like to listen to your testimonies. നിങ്ങളുടെ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. Write to us ദയവായി എഴുതിയാൽ and give glory to God. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Amen. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു. ഇത് ടെലികാസ്റ്റ് ചെയ്യുവാൻ നിങ്ങൾ സഹായിച്ചു, പ്രാർത്ഥിച്ചു. അത് അനേകർക്ക് ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീർന്നു. യേശു അനേകരുടെ കണ്ണുനീർ തുടച്ചു. അതിനെല്ലാം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്ദി അറിയിക്കട്ടെ. ഈ ശുശ്രൂഷയെ സാമ്പത്തികമായി സഹായിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ തുക മണി ഓർഡറായോ ഡ്രാഫ്റ്റായോ ചെക്കായോ സ്ക്രീനിൽ കാണുന്ന ഈ മേൽവിലാസത്തിൽ അയയ്ക്കുക. സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും 100 മടങ്ങ് അനുഗ്രഹം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഉണർവ് യോഗവും രോഗശാന്തി ശുശ്രൂഷയും എല്ലാ 2ാം ശനിയാഴ്ചയും 2011 ഡിസംബർ 10 രാവിലെ 9 മണി മുതൽ. സ്ഥലം ചെറട കോംപ്ലക്സ്, കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ്, ഷൊർണൂർ. പാസ്റ്റർ ഡോക്ടർ ബോബി മോസസ് ദൈവവചനം പ്രസംഗിക്കുകയും രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടാലും. ബ്രദർ SJ മനോമോഹൻ, ഖത്തറിൽ 2011 ഡിസംബർ 9 മുതൽ ഡിസംബർ 16 വരെ ദൈവവചനം പ്രസംഗിക്കുകയും രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 005-536-3479. 2011 ഡിസംബർ 16, 17, 18, 19 തീയതികളിൽ ഷാർജ, ദുബായ് എന്നീ സ്ഥലങ്ങളിൽ പാസ്റ്റർ ഡോക്ടർ ബോബി മോസസ് ദൈവവചനം പ്രസംഗിക്കുകയും രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡിസംബർ 17 ദുബായ്, ഡിസംബർ 19
ഷാർജ വർഷിപ്പ് സെന്റർ ഷാർജ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടാലും. ഞങ്ങളുടെ വിലാസം ഹോപ്പ് ഇൻ ജീസസ്, കെസ്റ്റൺ റോഡ്, കവടിയാർ PO, തിരുവനന്തപുരം 3, കേരള, സൗത്ത് ഇന്ത്യ. ഫോൺ നമ്പർ 0471231876. പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി 24 മണിക്കൂറും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്ന നമ്പർ 9446318816, 9446318846.